ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഓൾഡ് ഹൗസിൽ പോവാണ്. ഞങ്ങൾ റെൻറ്റിൽ താമസിച്ച വീട്ടിൽ പോയിട്ട് അവിടുത്തെ ഒരു ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ആ വീടിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം, അല്ലേ ഇച്ച? എന്തായാലും നമുക്ക് നോക്കാം ആ വീടിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന്. ഈ വ്ളോഗ് എടുക്കുന്നത് മേ ബി കുറച്ച് നാൾ കഴിയുമ്പോൾ ഞങ്ങൾക്ക് കാണാമല്ലോ ഞങ്ങൾ താമസിച്ച വീടിൻ്റെ ഒരു ഫസ്റ്റ് വീടിൻ്റെ ഒരു ലുക്ക് എങ്ങനെയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ റെൻറ്റഡ് ഹോമിലോട്ട് പോവാണ്. നാളെ അവിടെ ഒരു വ്യൂവിങ് ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അവർ ഓൾറെഡി അത് മാർക്കറ്റിലിട്ടു, പ്രോപ്പർട്ടി മാർക്കറ്റിലിട്ടിട്ടുണ്ട് റെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പം നാളെ അവിടെ വ്യൂവിങ് ഉണ്ട്. അതിന് മുമ്പേ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് മൊത്തം ക്ലീൻ ചെയ്ത് റെഡിയാക്കി കൊടുക്കുക എന്നുള്ളത്. എനിവേ ഞങ്ങളൊന്ന് ആ വീട് എങ്ങനത്തെ അവസ്ഥയിലാണെന്ന് കാണാൻ വേണ്ടി പോവാണ്. പിന്നെ ഇന്നിവിടെ നല്ല ക്ലൈമറ്റാണ് കേട്ടോ, അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട്. എത്ര ഡിഗ്രി ഉണ്ട് ചേച്ചി? 19 ഡിഗ്രി കണ്ടുണ്ട്. പിള്ളേർ സ്കൂളിൽ പോയതാണ്, അപ്പം ഞങ്ങളിങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ എന്താ വെച്ചാൽ പറയാനുള്ള, അനൂപിന് നൈറ്റ് കഴിഞ്ഞ് വന്നതാണേ. പിന്നെ എന്താ വെച്ചാൽ പറയാനുള്ള, വേറെ ഒന്നുമില്ല. എന്നാൽ പിന്നെ അവിടെ വീട്ടിൽ അവിടെ ചെന്നിട്ട് കാണിക്കാം കേട്ടോ. ഇവിടെ അടുത്താണ്, ഇവിടെ നിന്നൊരു 2 മിനിറ്റ് ഉണ്ടോയെന്ന് പോലും സംശയമാണ് കേട്ടോ. പിള്ളേരുടെ സ്കൂളിൻ്റെ അങ്ങോട്ടേക്ക് എത്താറായി. ഞങ്ങൾ സ്കൂള് പാസ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോവാൻ. ഈ കാണുന്നതാണ് സ്കൂളിലോട്ട് പിള്ളേരുടെ സ്കൂള്. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. ആ വീടിനെ പറ്റി പറയുവാണെങ്കിൽ UK വന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് എടുത്ത ഒരു റെന്റഡ് ഫ്ലാറ്റാണ് അത് കേട്ടോ. ഇവിടെ എല്ലാം പൂക്കളുടെ കാലമായി തുടങ്ങി, കണ്ട ഫ്ലവേഴ്സ്. നമ്മളിങ്ങനെ ഇങ്ങോട്ട് ടേൺ ചെയ്തു. 3rd ഫ്ലോറിലായിരുന്നു ഞങ്ങളുടെ ഫ്ലാറ്റ് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു. സാധനങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ലിഫ്റ്റ് ഒന്നുമില്ല ഇവിടെ. അപ്പം നമ്മൾ 3rd ഫ്ലോറിലോട്ട് ചുമന്ന് കയറ്റണം. അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നല്ലൊരു ഫ്ലാറ്റ് ആയിരുന്നു ഞങ്ങൾക്കത്. പീസ്ഫുള്ളായിട്ട് ഒരു 5 വർഷം ഞങ്ങൾ അവിടെ താമസിച്ചു, അല്ലേ ചേച്ചാ? അങ്ങനെ പിന്നെ എന്താ, എൻ്റെ മമ്മിയും ഡാഡി വന്നപ്പോഴും ആ ഫ്ലാറ്റിലായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് നല്ല മെമ്മറീസ് ഉള്ള ഒരു ഫ്ലാറ്റാണത്. ആ ഒരു കോമ്പൗണ്ടിലോട്ട് നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എല്ലാം ഇങ്ങനെ ഭയങ്കര ഫ്ലാറ്റുകളാണ്, ഭയങ്കര കെട്ടിടങ്ങളാണ്. ഇത് മൊത്തം ഫ്ലാറ്റ്, ഇതിനകത്ത് മൊത്തം ഓരോരോ അപ്പാർട്ട്മെന്റ്സ് ആണ്. ഇവിടെയായിരുന്നു ഞങ്ങളുടെ ഈ 2 ഭിത്തിയുടെ ഇടയിൽ കാണുന്ന ആ ചെറിയ വിടവില്ലേ, അവിടെ ഒരു വാതിലുണ്ട്. അതിൽ കൂടെയാണ് നമ്മൾ കയറി പോകുന്നത്. ഇവിടെയായിരുന്നു ഞങ്ങളുടെ പാർക്കിംഗ് സ്പേസ് കേട്ടോ. ഇവിടെ കണ്ട ഇലകള്, ചെടികളെല്ലാം പൂക്കാൻ തുടങ്ങി. ഫ്ലവേഴ്സ് ഇങ്ങനെ വെള്ള കളറുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്. അതുപോലെ ഇവിടെ കണ്ടോ കുറേ മഞ്ഞ കളറുള്ള പൂക്കള്. എല്ലാം പൂക്കളുടെ കാലമാകാൻ തുടങ്ങി. ഞങ്ങൾ എനിവേ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഈ സൈക്കിള് ഇപ്പോഴും ഇവിടെ കാണാം, ആരുടെയാണെന്ന് അറിയത്തില്ല. ഇവിടെയുള്ള ആരുടെയോ ഒരാളുടെ സൈക്കിളാണത്. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഡോറ്. എന്ത് ഭംഗിയല്ലേ, യെല്ലോ ചെടി സുന്ദരിയായിട്ട് നിൽക്കുന്നു. ഡോറ് തുറന്നു നമ്മൾ അകത്തോട്ട് കയറുവാണ്. നമ്മൾ 3 നില നടക്കണം. പോസ്റ്റ് സംഭവങ്ങൾ വരുന്നത്, എൻ്റെ ഒരു പോസ്റ്റ് വരാനുണ്ട്. വന്നില്ലേ ചേച്ചാ? എനിക്കൊരു പോസ്റ്റ് വെയിറ്റിംഗ് ആണ്, ഇതുവരെ വന്നില്ല. ഒന്നാമത്തെ നിലയിലെ ആദ്യത്തെ സ്റ്റെപ്പുകളാണ് കയറുന്നത്. സാധനങ്ങൾ ചുമന്നുകൊണ്ട് പോകുന്നത് മിസ് ചെയ്യുന്നുണ്ടോ? എനിക്ക് വയ്യ. ഇപ്പം നമ്മൾ 2ാമത്തെ ഫ്ലോറിലെത്തി കേട്ടോ. 2ാമത്തെ ഫ്ലോറിലെത്തി കഴിയുമ്പോൾ എൻ്റെ പൊന്നോ, നമ്മുടെ കാലിൻ്റെ ഇവിടുന്ന് ഒരു പ്രത്യേക സുഖമുള്ള വേദനയും കൊണ്ട് വരും.
അല്ല ഇജ. പിന്നെ മൂന്നാമത്തത് കയറാൻ തുടങ്ങുമ്പം ആ വേദന കുറച്ചൊന്ന് നിൽക്കും. കയറി മുകളിലെത്തി കഴിയുമ്പം പിന്നെയും ആ വേദന വരും. പക്ഷെ നല്ലൊരു ഫ്ലാറ്റായിരുന്നു കേട്ടോ. എന്നൊക്കെ പറഞ്ഞാലും അതാണ് ഞങ്ങളുടെ 25. ഓക്കെ. അയ്യോ, ഇതാണ് എൻട്രൻസ്. ഞങ്ങളുടെ ചെരുപ്പ് വയ്ക്കണ സ്റ്റാൻഡ് ഇവിടെ ഇരിക്കുന്നു. ഇവിടെ ഒരു ഫോണൊക്കെ ഉണ്ട്. അപ്പോൾ താഴെ ആരെങ്കിലും വന്നാൽ അവിടെ ഒരു 25 എന്ന് പറഞ്ഞൊരു ബട്ടണുണ്ട്. അതിൽ പ്രസ് ചെയ്താൽ ഇവിടെ നമുക്ക് കോൾ വരും. നമ്മൾ ഫോൺ എടുത്തിട്ട് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്താൽ താഴെയുള്ളവർക്ക് ഡോർ ഓപ്പൺ ആവും. അങ്ങനെ ഇങ്ങോട്ടേക്ക് അവർക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ബോയിലറും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നത്. കുറേ ഞങ്ങളുടെ കാർബോർഡ് സംഭവങ്ങളുണ്ട്. ബോയിലർ ഇവിടെയാണ് കേട്ടോ. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇവിടെ ഒരു ബാത്റൂമുണ്ട്. ഒരു ബാത്റൂമേ ഉള്ളൂ ഇവിടെ കേട്ടോ. ബാത്ത് ടബ്, ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഓക്കെ, ഇതാണ് നമ്മുടെ വാഷ്റൂം. ഇതായിരുന്നു നമ്മുടെ വാഷ്റൂം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് റൂമിലോട്ട് കയറുവാണ്. ഞങ്ങളിവിടെയൊക്കെ പെയിൻ്റ് അടിച്ചായിരുന്നു കേട്ടോ. അവർക്കൊരു ഈ ബ്ലൂ സ്റ്റിക്കർ എടുത്ത് കളയണമല്ലോ അല്ലേ. ഇവിടെ ഒരു വാർഡ്രോബും ഉണ്ട്, ഫിക്സഡ് വാർഡ്രോബും ഉണ്ട്. അങ്ങനെ ഇതായിരുന്നു ഫസ്റ്റ് ഞങ്ങളുടെ ബെഡ്റൂമായിരുന്നു ഇത് കേട്ടോ. ഞങ്ങൾ അപ്പനും മക്കളും പിള്ളേരും എല്ലാം കൂടെ കിടക്കുന്ന ഒരു ബെഡ്റൂമായിരുന്നു ഇത്. മിസ്സിങ് മെമ്മറീസ് ആയിരിക്കും ഇതെല്ലാം. അയ്യോ, ഇതാണ്ട് ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്. അത്യാവശ്യം വലിയ വാർഡ്രോബാണ്. ഇവിടെ ഒരു വലിയൊരു മിററും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞ് ഇതാണ്ട് അടുത്ത റൂം. ഇത് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി ഒരു ചെറിയ റൂമാണ്. പക്ഷെ എന്നാലും ഡബിൾ കോട്ട് ബെഡായിരുന്നു ഇവിടെ കിടന്നത്. ഡബിൾ സൈസ് ബെഡായിരുന്നു കിടന്നത്. ഇവിടെ അതുപോലെ തന്നെ വാർഡ്രോബ് ഉണ്ട്. ഈ റൂമെന്ന് പറയുമ്പം നമ്മൾ പിള്ളേരെയും ഞങ്ങളും എല്ലാം ഒരുങ്ങുന്ന ഒരു ഡ്രസ്സിങ് ഏരിയ ആയിരുന്നു. ഇവിടെ ബെഡുണ്ടെന്ന് പറഞ്ഞാലും പിന്നെ മമ്മിയും ഡാഡിയൊക്കെ വന്നു കഴിഞ്ഞപ്പം അവരുടെ റൂം ഇതായിരുന്നു. നമ്മളെല്ലാം റെഡിയാക്കി ബെഡെല്ലാം ഫ്രീ ആക്കി അവർക്ക് കൊടുത്തിരുന്ന ഒരു റൂമായിരുന്നു ഇത്. ഇവിടെയും ഇതുപോലെ തന്നെ വാർഡ്രോബ് ഉണ്ട്. വലിയ 2 മിററും ഉണ്ട്. ഇത് ഇവിടെയെല്ലാം കാർപ്പറ്റാണ് കേട്ടോ. പിന്നെ ഇവിടെ ആണെങ്കിൽ വുഡൻ ഫ്ലോറാണ്. ഇവിടെ ഹീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ. എൻ്റെ പൊന്നെ, ഇതായിരുന്നു ഞങ്ങളുടെ കിച്ചൺ. ഇത് കിച്ചൺ, ഓപ്പൺ കിച്ചൺ ആണ് ഇത്. അപ്പം ഇവിടെ ഒരു ചെറിയ സ്പോട്ടിൽ ഞങ്ങൾ ഡൈനിങ് സെറ്റ് ചെയ്ത്. പിന്നെ ഇതായിരുന്നു നമ്മുടെ ലിവിങ് ഏരിയ. ഇതിങ്ങനെ ആക്കിയെടുത്തത് അനൂപാണ് കേട്ടോ, സത്യമായിട്ടും. ഇവിടെയെല്ലാം ഞങ്ങൾ പെയിൻ്റ് അടിച്ചായിരുന്നു. ഇവിടെ പെയിൻറ് ചെയ്യാനും ഒരു റൂം പെയിൻറ് ചെയ്യാനും ഇച്ചിരി ഞാൻ കൂടി. പക്ഷെ ബാക്കിയെല്ലാം ചെയ്തത് അനൂപ് തന്നെയാണ്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ 5 വർഷം ഞങ്ങളുടെ ഫസ്റ്റ് UK-ലെ വീട്. ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. ഇത് പെയിൻ്റ് അടിച്ചല്ലേ, കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഈ ലോക്കർ, ഇവിടെ ഒത്തിരി ലോക്കർ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് യൂട്ടൻസിൽസ്, സ്പൂൺസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വെക്കാം. പിന്നെ ഇവിടെ കുറച്ച് ഒരു ഇതുണ്ട്, ഒരു ലോക്കറുണ്ട്. അതുപോലെ ചെറിയൊരു ഡ്രോവർ ഇവിടെ ഉണ്ട്. അതും പെയിൻ്റ് അടിച്ചില്ലേടാ, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഡിഷ് വാഷൊക്കെ ഉണ്ട് കേട്ടോ. ഡിഷ് വാഷറുണ്ട് ഇവിടെ. ഇത് ഞങ്ങളങ്ങനെ യൂസ് ചെയ്തിട്ടേ ഇല്ല. നമുക്കിപ്പോൾ ഒത്തിരി യൂട്ടൻസിൽസ് ഒന്നും ഇല്ലല്ലോ വാഷ് ചെയ്യാൻ, അതുകൊണ്ട്. പിന്നെ ഇത് നമ്മുടെ സിങ്കിൻ്റെ താഴെയുള്ളൊരു സ്റ്റോറേജ് ഏരിയ ആണ് കേട്ടോ. എൻ്റെ തമ്പുരാൻ്റെ ഇതൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തത് അനൂപ് മാത്രമാണ്. പിന്നെ ആണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഓവൻ, ഫിറ്റഡ് ഓവനാണ്. അതെല്ലാം ക്ലീനാക്കി റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ലോക്കർ, സ്റ്റോറേജ് സ്പേസ് ഉണ്ട്.
പിന്നെ ഇത് നമ്മുടെ ഫ്രിഡ്ജ് ആണ്, ഫ്രിഡ്ജ് ആൻഡ് ഫ്രീസർ. ഇവിടെ മൊത്തം ഇവിടുത്തെ ഫ്രീസർ ഈ ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഒരു എക്സ്ട്രാ ഫ്രീസർ മേടിച്ച് വെക്കുകയോ ചെയ്തത്. അപ്പം ഫ്രീസറിൻ്റെ ഒരു സ്പേസ് ഇവിടെ വളരെ കുറവാണ്. ആ ഒരു ലോക്കറിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഒന്നും വെക്കാൻ പറ്റും. ഇത് ആണ് ഇവിടുത്തെ എല്ലാം ഉണ്ടോ ഫ്രിഡ്ജ് ഐറ്റംസ്. ഇതിപ്പോൾ ഇതെന്നാ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവർ വന്ന് ഇനി നമ്മളോട് നമ്മുടെ ഡിപ്പോസിറ്റ് ഇവരുടെ അടുത്ത് കിടപ്പുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ അതിൻ്റെ അകത്തുനിന്ന് കട്ട് ചെയ്യും. ഇതാണ് നമ്മുടെ ഒരു ഫോൾഡർ. ഇതിൻ്റെ ഒരു ഫോൾഡർ ആയിരുന്നു കേട്ടോ. ഇതെടുത്ത് കളയായിരിക്കുമല്ലേ ചേച്ചാ? ഇത് ഇവരുടെ ഫയർ അലാമിൻ്റെ സംഭവമാണ്. ഇത് ഞങ്ങളെ കുറേ വിഷമിപ്പിച്ചിട്ടുണ്ട്. ഇത് ഓൾറെഡി എക്സ്പയർഡ് ആയ സംഭവമാണ്. ഇത് കീപ്പ് ഓൺ അലാമിങ് ആയി എപ്പോഴും. അപ്പം ഞങ്ങളെടുത്ത് ഊരി വെച്ചേക്കുക. ഇതുണ്ട്, ഇവിടെയായിരുന്നു ഫയർ അലാം അത് ഫിക്സ് ചെയ്യുന്ന അതിൻ്റെ ആ ഒരു ബോക്സ്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു എന്താ പറയുക 5 വർഷം ഞങ്ങൾ താമസിച്ച ഒരു സ്ഥലം. എനിക്ക് ഈ ഫ്ലാറ്റ് ഇഷ്ടമായിരുന്നു. ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഫ്ലാറ്റ് ഇഷ്ടമാണ്. അത്യാവശ്യം നമുക്കൊരു ഫാമിലിക്ക് താമസിക്കാനുള്ള സ്പേസ് എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഒരു ഓർമ്മ എന്ന് പറയുമ്പം നല്ലൊരു ഓർമ്മയാണ്. UK വന്നിട്ട് നമുക്ക് ആദ്യം വീടൊക്കെ അന്വേഷിച്ച് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടില്ല. അപ്പോൾ ലക്കിലി എനിക്കാണെങ്കിൽ ഈ ഫർണിച്ചർ ഇല്ലാത്ത ഫ്ലാറ്റ് തന്നെയായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. പിള്ളേരുള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ ഓൺ മേടിച്ചിട്ട് അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഫർണിച്ചർ ഇല്ലാത്ത ഒരു ഫ്ലാറ്റ് തന്നെ ദൈവം തന്നു. അതും പെട്ടെന്നും തന്നു. ഇതെല്ലാം ഏജൻസി ത്രൂ ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇതിൻ്റെ ഓണറിനെ നമ്മളിതുവരെ കണ്ടിട്ടില്ല. ഈ ചേച്ചി നിനക്ക് എന്തോ ചോദിച്ചാൽ ഈ ഫ്ലാറ്റിനെ പറ്റി പറയാനുള്ള? എന്തു പറഞ്ഞേ? അപ്പൊ ഇച്ചിരി ഇഷ്ടമായിരുന്നോ ഇത്? അതെ, എത്ര വട്ടം കയറുമായിരുന്നു. അനൂപായിരുന്നു ഏറ്റവും കൂടുതൽ കയറുന്നത്. സാധനങ്ങളുമായിട്ട് കയറണമായിരുന്നു. പിന്നെ പിള്ളേരെ വിടാനും പോവാനും, പിന്നെ എന്നെ കൊണ്ടുവരാൻ വേണ്ടി ഇറങ്ങണം, പിന്നെ ആക്കടി കുട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയും ചെയ്യണം. അങ്ങനെ ഇവിടെ ഒരു കീ കിടപ്പുണ്ടല്ലോ. ഇത് എന്തിൻ്റെ നമുക്കറിയത്തില്ല അല്ലേ? പക്ഷെ ഇത് വിൻഡോയ്ക്ക് പോകുന്നില്ലായിരുന്നല്ലോ ചോദിച്ചാ. പിന്നെ എന്താ പറയുക, ഈ ബ്ലൈൻഡ്സ് ഒക്കെ ഇച്ചിരി ഒന്ന് കുറച്ച് ഡാമേജ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഒരാളെ വിളിച്ച് അതൊക്കെ ഒന്ന് ശരിയാക്കി. അത് ശരി. പക്ഷെ അവിടെ വെള്ളയായിട്ട് കാണുന്നില്ലല്ലോടാ, ട്രാൻസ്പെറന്റ് ആണ്. അത് വെള്ളയായിരുന്നു ഇച്ചിരി കൂടെ ഒരു ഭംഗി വന്നേനെന്ന് തോന്നുന്നു അല്ലേ? കാരണം ഇവിടെ വെള്ള ആയോണ്ടേ. ഞങ്ങളുടെ ഈ വീട് ഇനി ഇതിന്റെ ലോഫ്റ്റില് കുറച്ച് സാധനമുണ്ട്. ഇതിന്റെ ലോഫ്റ്റ് ഇതാണ് കേട്ടോ. ഇതുണ്ടോ, ഇവിടെ കുറച്ച് സ്റ്റോറേജ് ഉണ്ട്. അപ്പം അവിടെ ഞങ്ങളുടെ കുറച്ച് സാധനമുണ്ട്. ഇതായിരുന്നു വൈഫൈയുടെ ഒരു കണക്ഷൻ സോക്കറ്റ് ആയിരുന്നു. എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. അതുപോലെ ടി വി പോയിന്റ് ഉണ്ട്. അവിടെയാണ് ആ കാണുന്നതാണ് കേട്ടോ. ഇതാണ് ടി വി പോയിന്റ്. ഇവിടെയായിരുന്നു ഞങ്ങളുടെ ടി വി വെച്ചോണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ സ്പേസ് ഒക്കെ മാറ്റുമായിരുന്നു. എന്നാൽ പോലും ഈ ഫ്ലാറ്റ് ഇവർ ഇപ്പം മാർക്കറ്റിൽ ഇട്ടേക്കുന്നത് 1000 പൗണ്ടിനാണ് കേട്ടോ. ഇത് ലോഫ്റ്റിൽ നിന്ന് ഞങ്ങളുടെ കുറച്ച് സാധനങ്ങൾ എടുക്കുവാണ്. ഇതിലൊരു കുറേ വലിയ സ്റ്റോറേജ് സ്പേസ് ആകുമ്പോൾ ഇത് പൂക്കൾ കണ്ടോ? പൂക്കളുടെ കാലം ആകാൻ തുടങ്ങി കേട്ടോ. എല്ലായിടത്തും പരവതാനി വിരിച്ച പോലെ പൂക്കളാണ്. ഞങ്ങൾ വേസ്റ്റ് ഡിസ്കാർഡ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഗൈസ്, അതായിരുന്നു ഞങ്ങളുടെ ഓൾഡ് ഹോം ടൂർ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ചേച്ചാ പറ ചേച്ചാ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോണം.